ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പൊ എവിടാണെന്നും അറിയത്തില്ല, കാണാനുമില്ല, ഒന്നുമില്ല. എവിടെ പുള്ളി? ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഡീല് നടക്കുന്നുണ്ട് എന്ന് ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പറയാൻ പാടുണ്ടോ എന്ന് ഇദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. KC വേണുഗോപാൽ ഡൽഹി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കേരളത്തിൽ വന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു പുതിയൊരു മേച്ചിൽപ്പുറം ക്രാഷ് ലാൻഡ് ആയിരുന്നു. അപ്പം എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയെടുക്കാം, ഞാനൊരു മുഖ്യമന്ത്രിയാകും. ഈ KC വേണുഗോപാലും രമേശ് പിഷാരടിയും കൂടെ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിനകത്ത് കയറി നിന്നുകൊണ്ട് വീരവാദം മുഴക്കിയതാ, ഞങ്ങൾ ഇവിടെ അങ്ങ് മലമറിച്ച് തരാം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വരെ KC വേണുഗോപാലിനുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇലക്ഷന് മുന്നേ, പിന്നെ എനിക്ക് തോന്നുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ വരെ കളം നിറഞ്ഞു നിന്ന ഒരാളാണ് KC വേണുഗോപാൽ. അതായത് നമ്മൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ആ കസേരയുടെ അടുത്ത് വരെ എത്തി. പക്ഷെ ഇപ്പം സർക്കാർ അധികാരത്തിലേറ്റ പിന്നെ KC വേണുഗോപാലിനെ പറ്റി ഒരു വിവരമില്ല. ആളെവിടാണെന്നറിയില്ല. മറ്റേ എന്നും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ എത്തിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പൊ എവിടാണെന്നും അറിയത്തില്ല, കാണാനുമില്ല, ഒന്നുമില്ല. എവിടെ പുള്ളി? KC സത്യത്തിൽ ഇപ്പൊ ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ വിവിധ നയപരിപാടികളുമായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ മുന്നണിയെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയ പല തന്ത്രങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അപ്പോൾ അവിടെയാണ് ഈ രാഹുൽ ഗാന്ധി ശരിക്കും ഊളയായി പോയി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ പണി കിട്ടിയത്. കാരണം അവിടെ വെച്ച് അവിടെ KCക്കൊക്കെ പണി കിട്ടി. KC വേണുഗോപാലിനെയൊക്കെ അവൻ പിന്നെ പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം പറയുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED വരുന്നില്ല എന്ന് അങ്ങനെ ഒരു പരാമർശം ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയതിനെ വിമർശിച്ചുകൊണ്ട് അതാണ് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണം എന്നുള്ള നിലയിൽ ഇപ്പം നമ്മൾ നോക്കിയ തമിഴ്നാട്ടിൽ DMK-യുമായി ഉള്ള സഖ്യം അവസാനിപ്പിച്ചിട്ട് നേരെ TVK-ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം എടുത്തു. എന്നാൽ ഇടത് പാർട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ CPM-ഉം CPI-യും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ CPI നിലപാട് സ്വീകരിച്ചതെന്ന് വെച്ചാൽ DMK-യുമായി ആലോചിച്ച് DMK എന്ന് പറയുന്ന DMK-ക്കൊപ്പമായിരുന്നു ഇടത് പാർട്ടി നിന്നത്. അപ്പൊ DMK-യോട് സംസാരിച്ച് DMK-യുടെ പെർമിഷനോട് കൂടി TVK-ക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് CPI അല്ല ഇടത് പാർട്ടി അങ്ങോട്ടേക്ക് മാറിയത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ DMK-ക്ക് അക്കാര്യത്തിൽ എതിർപ്പില്ല. അപ്പൊ എന്താ, പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മന്ത്രിമാരെ വേണ്ട, അതേസമയം പുറത്ത് നിന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ TVK-ക്ക് പിന്തുണ കൊടുക്കുന്നു, വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്തത്. കോൺഗ്രസ് അവിടെ നിന്ന് വിട്ടിട്ട് നേരെ ചെന്നിട്ട് TVK-ക്ക് പിന്തുണ കൊടുത്ത് വേണമെങ്കിൽ മന്ത്രിയാവാം എന്നുള്ള നിലയിലേക്ക് അവരങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്ത് പുതിയ ഇതിലേക്ക് DMK മാറി നിൽക്കുക. DMK വേറൊരു മുന്നണി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. വേറെ മുന്നണി ഇപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുന്നണി രൂപീകരണം വരുമ്പോൾ DMK ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളിലേക്ക് CPM-നെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ CPI-യും കൂടെ അവർ ക്ഷണിക്കും. അത് വേറൊരു കാര്യം. നാളെ സ്റ്റാലിൻ ഈ DMK അങ്ങോട്ട് കയറി കഴിഞ്ഞ് വലിയൊരു സംഭവമായി കഴിഞ്ഞാൽ നാളെ BJP-യെ വിട്ടിട്ട് ചിലപ്പോൾ സ്റ്റാലിൻ കയറി വന്നാലോ എന്നൊക്കെ പറയുന്ന ഒരു ധാരണയുണ്ടല്ലോ. അതാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ ഇനിയും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ, കേന്ദ്ര സർക്കാരിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, അതങ്ങനെ പോവും ഇനിയും. പക്ഷേ വേറെ അപ്പോഴൊരു ചോദ്യം, നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം BJP-യിലും ഉണ്ട്. അപ്പം അമിത്ഷായ്ക്കും ഒക്കെ പ്രായം ഏറിക്കൊണ്ടിരിക്കുക, അവർക്കൊക്കെ സമയം എന്ന് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനുശേഷം ആര്, അതായത് നമ്മൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രധാനമന്ത്രി ആവുമ്പോൾ നമുക്കവിടെ ഒരു ഇപ്പം നരേന്ദ്രമോദി ഇരുന്ന ഒരു പവറോ നരേന്ദ്രമോദി ഇരിക്കുന്നതിൻ്റെ ഒരു സംഭവം നമുക്ക് യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി ആകുമ്പോൾ കിട്ടത്തില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന് പറഞ്ഞ ചോദ്യം BJP-യിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഇന്ത്യ മുന്നണിയുടെ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം, നിങ്ങൾ പിണറായി വിജയനെതിരെ ED അന്വേഷണം നടക്കുന്നില്ല എന്ന് അങ്ങനെ പരസ്യമായി പറയാമോ, BJP-യും CPM-ഉം തമ്മിൽ ഡീല് നടക്കുന്നുണ്ട് എന്ന് ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പറയാൻ പാടുണ്ടോ എന്ന് ഇദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു, ജോൺ ബ്രിട്ടാസ്. അപ്പൊ പറഞ്ഞെന്താണെന്നറിയാം, കേരളത്തിലെ നേതാക്കന്മാര് പറഞ്ഞു പറയിച്ചാണെന്നാണ്, എഴുതി കൊടുത്ത് പറയിച്ചാണ് എന്നെ കൊണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് സംശയലേശമന്യേ പറയേണ്ടി വന്നു. ഇവിടെയാണ് അത് അങ്ങനെ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ആര്, ദേശീയ നേതാവാണ്. അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ നേതാവാണ്. ആ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവിന് ഈ പറയുന്ന അതിനകത്തിലെ ഒരു ഘടകകക്ഷിയും മുന്നണിക്കകത്തിലൊരു ഘടകകക്ഷിയും BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് എവിടെയെങ്കിലും വിളിച്ച് പറയാൻ പറ്റുമോ? അത് തെറ്റായ സമീപനമല്ലേ? അത് ഏറ്റവും അവസാനം ആരായി, പിന്നെ KC വേണുഗോപാൽ വരെയുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ പറയാം, കുഴപ്പമില്ല, കാര്യം അവർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അത് മല്ലികാർജ്ജുൻ ഖാർഗെക്കോ
അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തീർന്നു. അപ്പൊ ഇങ്ങനെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ ഡൽഹിയുമായി ഇപ്പൊ മധ്യപ്രദേശ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം നടന്നുകൊണ്ടിരിക്കും. എനിക്ക് മീനാക്ഷി എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു പിന്നെ MP അവരുടെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ ഈ KC വേണുഗോപാലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് വാസ്തവം. KC വേണുഗോപാൽ ഡൽഹി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കേരളത്തിൽ വന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു പിന്നെ പുതിയൊരു മേച്ചിൽപ്പുറം ക്രാഷ് ലാൻഡ് ആയിരുന്നു. അപ്പം എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയെടുക്കാം, ഞാനൊരു മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറയുന്ന ഒരു തന്ത്രത്തിൽ വിശ്വസിച്ച് ഞാൻ ആണ് പട നയിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ ലാൻഡ് ചെയ്തു. പക്ഷെ അതിനപ്പുറം ഇവിടെ ചില മാറ്റങ്ങളുണ്ടായി. അതായത് ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അഡമന്റായിട്ട് നിന്നു. KC വേണുഗോപാൽ വേണ്ട, പകരം ഞങ്ങൾക്ക് VD സതീശൻ മതി. ലീഗ് പറഞ്ഞാൽ മേളിലിരിക്കുന്ന ഹൈക്കമാൻഡിലിരിക്കുന്നവർ കേൾക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മേലിലിരിക്കുന്ന 2 പേരെ നമുക്ക് ആലോചിക്കാം. ഒന്ന് പ്രിയങ്ക വാദ്ര, റോബർട്ട് വാദ്രയുടെ ഭാര്യ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി. ഈ 2 പേരും ജയിച്ചത് വയനാട്ടിൽ നിന്നാണ് ലോക്സഭയിലേക്ക്. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ജയിച്ച അമേഠിയിൽ നിന്നുമല്ല, അത് ഇവിടെ നിന്നാണ്. പിന്നീടാണ് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വേണ്ട, ഞാൻ അവിടെ പോയി നിന്നോളാം എന്ന് പറഞ്ഞ് 2 മത്സരിച്ചിട്ട്. പ്രിയങ്ക ഗാന്ധിയും ജീവിതത്തിൽ ഒരിക്കലും ജയിക്കത്തില്ലായിരുന്നു. പ്രിയങ്ക ഗാന്ധി ജീവിതത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ യോഗ്യതയുള്ള ഒരു നേതാവൊന്നുമല്ല. ആ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് ഇവിടെ വന്നു നിന്നിട്ടാണ്, വയനാട്ടിൽ വന്നു നിന്നിട്ടാണ്. ഇവിടെ 2 ജയിച്ചത് 6 വോട്ട് കൊണ്ടാണെന്നറിയോ? കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണോ? അല്ല, ലീഗിന്റെ വോട്ട് കൊണ്ടിട്ടാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും ജയിച്ചത്. ഇത് വസ്തുതയാണ്. അല്ലാതെ അവിടെ കോൺഗ്രസിന് കുമിഞ്ഞു കൂടിക്കിടക്കുന്ന വോട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ D സിദ്ദിഖ് മാത്രം എന്താ അവിടെ കൽപ്പറ്റയിൽ നിൽക്കുന്നത്? അപ്പൊ അവിടെ കുമിഞ്ഞുകൂടി, അവിടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം, അവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ന്യൂനപക്ഷ ഏകീകരണം വോട്ടിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ 2 പേരും ജയിച്ചത്. അല്ലെങ്കിൽ ജന്മന്റെ കാലത്ത് ജയിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജയിക്കാനും മാത്രമുള്ള സ്റ്റഫ് ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു സ്റ്റഫ് ഉള്ളതായിട്ട്. അപ്പം ഈ പറയുന്ന അങ്ങനെ ജയിച്ചു. അപ്പം ഇങ്ങനെ ജയിക്കുന്ന മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ലീഗ് ഭീഷണിപ്പെടുത്തി. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി വയനാട്ടിലിട്ടോ കാണിച്ചു തരാം എന്ന് ഒരു ഭീഷണി മുഴക്കിയതായിട്ടാണ് അറിവ്. അപ്പോൾ രാഹുൽ പെട്ടുപോയി. രാഹുൽ ഗാന്ധി പിന്നെ ഈ പറയുന്ന പോലെ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര വലിയ ബിസിനസ്സുകാരനാണ്. 172 കോടി ആർക്ക് കൊടുത്തു എന്നറിയോ? പിന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതും കൊടുത്തിട്ട് തൽക്കാലം സേഫായി തടിയൂരി നിൽക്കുന്ന ഒരു ടീമാണ് അവര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം KC വേണുഗോപാലിനെ സ്വാഭാവികമായിട്ട് തള്ളേണ്ടി വന്നു. അപ്പോഴേ KC വിചാരിച്ചത് എന്താ? മല്ലികാർജുൻ ഖാർഗെയെ അവിടെ നിന്ന് പോയക്കാം. മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥലം അവിടെ ഒഴിവാകും. സ്ഥലം ഒഴിവാകുന്ന ഘട്ടത്തിൽ മല്ലികാർജുൻ ഖാർഗെ ഇപ്പം ഒരു പ്രയോജനമില്ലാത്ത കർണാടക എന്നുള്ള കക്ഷിയാണ്. അപ്പം ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വന്നായിരുന്നല്ലോ. ഇപ്പം കർണാടകയിൽ വലിയ വിഷയം നടന്നല്ലോ. കർണാടകയിൽ DK ശിവകുമാർ ഇപ്പം മുഖ്യമന്ത്രിയായി. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ അവർ മുഖ്യമന്ത്രി ആയ കാലം മുതൽ തന്നെ തമ്മിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് വിട്ടിട്ട് DK ശിവകുമാറിനെ ഇപ്പം മുഖ്യമന്ത്രിയാക്കി. ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മല്ലികാർജുൻ ഖാർഗെക്ക് ഈ പറയുന്ന പോലെ ക്രാഷ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുട പിടിച്ചു കൊടുക്കാൻ വേണ്ടി കേസ് നിന്നതാ. അതായത് ഈ DK ശിവകുമാറിനെ തള്ളി സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയാകാൻ കാരണക്കാരൻ ഈ KC വേണുഗോപാല. KC ഭയങ്കര തന്ത്രജ്ഞനാണ്. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് കളിക്കുന്ന മൊത്തം. യോഗ്യനായ ഒരാളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അതിനകത്ത് എവിടെയോ കിടന്ന ഒരാളെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു രീതി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരും പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ എനിക്കൊന്ന് സച്ചിൻ പൈലറ്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതിന് പകരം ഗെലോട്ടിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു പയറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു? അത് പാളിപ്പോയി. ലീഗിന്റെ കൃത്യമായ ഇടപെടൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന്റെ എല്ലാം ഒരു ചരട് KCയുടെ കയ്യിലായിരിക്കും. ആ ചരട് ടൈറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായിരിക്കുന്നതിലും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ സമയത്തെല്ലാം മുഖ്യമന്ത്രി തീരുമാന സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ MLA പിന്തുണച്ചത് KC വേണുഗോപാലിനെയായിരുന്നു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. അപ്പം MLA ഒരു പടയുമുണ്ട്, മന്ത്രിമാരുടെ ഒരു പടയും സത്യം പറഞ്ഞാൽ KC വേണുഗോപാലിന് അനുകൂലമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചരട് വലിക്കാൻ തക്ക സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ തൽക്കാലം തന്നെയുമല്ല ചില ഭാഗങ്ങളിൽ ഇപ്പം ചില മന്ത്രിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പ് അത് പിന്നെ അവരുടെ കയ്യിലാണ്, ലീഗിന്റെ കയ്യിലാണ്. അപ്പം അവർക്കൊന്നും ചെയ്തു തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ പൊതുമരാമത്ത് വകുപ്പിന് ഇനി എന്താ പണിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
കാര്യം ഇനിയും പ്രത്യേകിച്ചൊന്നും കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പണികളൊന്നുമില്ല. ഇനി ഈ പറയുന്ന റോഡിന്റെ കുഴിയടക്കലും അങ്ങനെ തുടങ്ങിയ പരിപാടികൾക്ക് വേണ്ടി മാത്രം നിന്നാൽ മതി പൊതുമരാമത്ത്. അപ്പൊ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോ മന്ത്രിമാരുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കണം. ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി നമുക്കറിയാം, ആദ്യത്തെ ഗ്യാരണ്ടി മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ആദ്യത്തെ ഗ്യാരണ്ടി പൂർണ്ണമായി പ്രഖ്യാപിച്ചില്ല, ഭാഗികമായി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തന്നെ കുത്തിയിളക്കി വിടും. കാരണം ഈ KC വേണുഗോപാലും രമേശ് പിഷാരടിയും കൂടെ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിനകത്ത് കയറി നിന്നുകൊണ്ട് വീരവാദം മുഴക്കിയതാ, ഞങ്ങൾ ഇവിടെ അങ്ങ് മല മറിച്ച് തരാം, അല്ലെ നിങ്ങൾക്ക് ഈ പറയുന്ന ബസ് ചാർജ് ഒഴിവാക്കി തരാം, ഫലത്തിൽ ചാർജ് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ടൂർ വരെ പോവാം എന്ന് പറഞ്ഞാ ആ ഒരു വാക്ക് എവിടെ പോയി? അതിനുശേഷം ഇനിയിപ്പോ KCക്ക് ഇതും പറഞ്ഞിട്ട് നാട്ടിൽ കാലുകുത്താൻ പറ്റത്തില്ല, പാലക്കാട്ടെ ആൾക്കാരുടെ മുമ്പിൽ പോകാൻ പറ്റത്തില്ല. എനിക്കൊന്ന് രമേശ് പിഷാരടി എറണാകുളത്ത് ഇപ്പൊ പാലക്കാടേക്ക് പോകുന്നില്ല എന്നാണ് എന്റെ അറിവ്. കാരണം എന്താ, അവിടെ നിന്ന് ചോദിക്കും, അവിടുത്തെ പെണ്ണുങ്ങൾ വളഞ്ഞിട്ട് ചോദിക്കും, എവിടെ ഞങ്ങൾക്ക് പിന്നെ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് പോകാന്ന് പറഞ്ഞ സാഹചര്യം എവിടെ നിങ്ങൾ ഉണ്ടാക്കി എന്നൊരു ചോദ്യം ചോദിച്ചാൽ രമേശ് പിഷാരടിക്ക് കോമഡി പറഞ്ഞാൽ അവർ ചിരിക്കത്തില്ല. അത് വേറൊരു വിഷയം. ഇതിന് മറുപടിയായിട്ട് കോമഡി പറഞ്ഞ് പിടിച്ചിരിക്കാനും പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം KC ഇനിയിപ്പോ ഉടനെ കേരളത്തിലേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഡൽഹിയിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ കൂടും കുറച്ചു കാലം. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെയെ അവിടെ നിന്ന് പോയിക്കണം. അടുത്ത തന്ത്രവത മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഒഴിവ് വരുമല്ലോ. അപ്പം അത് പറ്റിയില്ല. അപ്പം പിന്നെ DK പറഞ്ഞു ഞാൻ രാജിവെച്ച് ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ BJPക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഞാൻ പോയി നേരെ BJP ചേരും. ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയം അതാ, ഞാൻ പോയി BJPയിലോട്ട് പോകും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം KCക്ക് ഇപ്പം BJPയിലും പോകാൻ പറ്റത്തില്ല. കോൺഗ്രസിനകത്ത് നിൽക്കുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നാണം കെട്ട് നാറി എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല, കണ്ട പണി മുഴുവൻ പണിഞ്ഞിട്ട് മുഖ്യമന്ത്രിയാവാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു വൈരാഗ്യം KC വേണുഗോപാലിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. KC കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് KC എന്ത് ചെയ്യും? മന്ത്രിസഭയെ പിടിമുറുക്കും. മന്ത്രിസഭയെ പിടിമുറുക്കിയിട്ട് അടുത്തൊരു ടേം വ്യവസ്ഥ കൊണ്ടുവരും. ഇപ്പൊ ഇവിടെ കർണാടക സംഭവിച്ച പോലെ ടേം വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് അടുത്ത 2.5 വർഷക്കാലത്തേക്ക് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വരെ KC വേണുഗോപാലിനുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം KC ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിനെ കാണേണ്ടി വരും.